ഞാൻ രാജിവെച്ച സമയത്ത് എന്നോട് സെക്രട്ടറി മാത്രമാണ് വിളിച്ച് ചോദിച്ചത് എന്താണ് റീസൺ ശരിക്കും. ഇതൊരു ശല്യമായല്ലോ. ഹലോ, ആരാ പറയുന്നു. അപ്പൊ ഞാൻ കുക്കു ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഈ ടിനിച്ചേട്ടൻ എനിക്ക് അവിഹിത ബന്ധങ്ങളുടെ ആരോപണം, അതുപോലെ തന്നെ ജിഹാദിയാണ് ഞാൻ. ഇസ്ലാമിലേക്ക് അദ്ദേഹത്തിന്റെ ഡ്രൈവർ ഉൾപ്പെടെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറുടെ മകനെ ഞാൻ കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ. ഇതൊന്നും ഒരു മനുഷ്യന് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. നിന്റെ നാക്ക് പുഴുത്തു പോകും. ഞാൻ എപ്പോഴാണ് ഇതൊക്കെ പറഞ്ഞത്? അല്ല, അതായത് ഈ കമ്മിറ്റിയിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോ തൊട്ട് അങ്ങനെ തന്നെയാണ്. അത് കഴിഞ്ഞ് പിന്നെ നീന ചേച്ചി, കുടുംബസംഗമത്തിന്റെ തലേ ദിവസം നീന ചേച്ചിയെ തെറി വിളിച്ചു. അച്ഛൻ അത് നിന്റെ അമ്മായി അമ്മയുടെ പ്രസവത്തിന് പലഹാരം ഉണ്ടാക്കി കൊണ്ടുപോയ കണക്കിലങ്ങ് എഴുതിയാൽ മതി. നീ കിന്നാരം ഒന്നും പറയണ്ട, പറയണത് കേട്ടാ മതി. അമ്മയ്ക്കൊക്കെ ചേർത്ത് തെറി വിളിച്ചു. അതിന്റെ ഒരു പരാതി നീന ചേച്ചി ഓൾറെഡി അമ്മയിൽ പ്രസിഡന്റിനും സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയും ഇങ്ങനെയൊക്കെ പറയുന്ന ആളുടെ കൂടെ എനിക്കിനി അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷം പറയാൻ പറ്റില്ല. ഇവിടെ യക്ഷിയുടെ മറവിൽ സ്ത്രീകൾ വരുന്നു, ജപങ്ങൾ മുറയ്ക്ക് നടക്കുന്നു. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. സ്പീക്കറിലിട്ടു. എന്നിട്ട് ഈ കുട്ടിയോട് ചോദിച്ചു എന്താ രാജിവെക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ സ്വന്തമായിട്ടുള്ള എന്തുണ്ടെങ്കിലും തുറന്നു പറയണമെന്ന് പറഞ്ഞു. സ്വന്തമായിട്ടുള്ള തിരക്കുകൾ കാരണം. ഇത്തിരി പേഴ്സണലാണ്. ശരി, എന്ത്